ഹലോ, വെൽക്കം ടു D1 ഡ്രോപ്സ്. ഇന്ന് ടോർക്കേനെ പറ്റി പറയാം. ടോർക്കെ ഒരു നല്ലൊരു പ്ലേസാണ് നമുക്ക് വിസിറ്റൊക്കെ ചെയ്യാനായിട്ട്. ഇഷ്ടംപോലെ ഹോട്ടൽസും കാണാനും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുമൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിവിടെ ജസ്റ്റ് ഒരു മാപ്പ് ഇട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് നോട്ട് ചെയ്യുക കേട്ടോ. Torquay is a seaside resort town on the English Channel in Devon, southwest England. Known for beaches such as Babacombe and Cliffside Odicombe, its coastline is nicknamed the English Riviera. അതുപോലെ നമ്മൾ ഈ ടോർക്കയിൽ ടൗൺ സെൻറ്ററിൽ ചെല്ലുവാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ ഹോട്ടൽസ്, അതുപോലെ കഫറ്റീരിയകൾ, നമുക്ക് ഇരിക്കാൻ ഒരുപാട് സ്ഥലങ്ങൾ, ഗാർഡൻസ്, മ്യൂസിയം ഇതൊക്കെ ഉണ്ട്. നമുക്ക് നന്നായിട്ട് ഒരു ദിവസം നന്നായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തിയ പോലെ ലാൻഡ് ട്രെയിനുണ്ട്, അവിടെ തന്നെ ടോർക്കെ മ്യൂസിയമുണ്ട്, ഹാർബർ മറീനയുണ്ട്. ഓൾഡ് ഹാർബറിലാണ് നമ്മളിപ്പം നിൽക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾഡ് ഹാർബറിലാണ്. അതുപോലെ വലിയൊരു ബിഗ് വീലുണ്ട്. നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഈ ബിഗ് വീലിൽ നിന്നാൽ. അപ്പം അതിൽ ഞാൻ ബിഗ് വീലിൽ കയറുന്ന ഒരു വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യാം. 1196 സ്ഥാപിച്ചിട്ടുള്ള ഒരു ആർട്ട് ഗാലറി ഇവിടെയുണ്ട്. ആ എഴുത്തുകാരിയുടെ പേര് അഗാഥ ക്രിസ്റ്റി എന്നാണ്. അവരുടെ നോവലിൽ പരാമർശിച്ചിട്ടുള്ള പോലെ ഒരുപാട് സസ്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയൊരു ഗാർഡൻ ഇവിടെയുണ്ട്. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. 1196 എന്ന് പറയുമ്പോൾ ശരിക്കും ഒരു ഓൾഡ് സിറ്റിയാണ് ഈ ടോർക്കെ എന്ന് പറയുന്നത്. അതുപോലെ ചിലർക്കൊക്കെ ഉള്ളൊരു ഡൗട്ടാണ് ടോർബെയും ഒരു പ്ലേസ് ആണോ എന്നുള്ളത്. അല്ല, രണ്ടും രണ്ട് പ്ലേസാണ്. ടോർബെ എന്ന് വെച്ചാൽ പെയിൻറ്റൺ, ബ്രെക്സിംഗ്ഹാം, ടോർക്കെ എന്നിവയെല്ലാം കൂടെ ചേരുന്ന നിരവധി നഗരങ്ങൾ ഉൾക്കൊള്ളുന്ന ഡെവോണിലെ ഒരു പ്രദേശമാണ് ടോർബെ എന്ന് പറയുന്നത്. അവിടെ ഒരുപാട് ബീച്ചുകളുണ്ട്. അതെല്ലാം സാൻഡി ബീച്ചുകളാണ്. അപ്പോൾ ടോർക്കെ എന്ന് പറയുന്നത് ഈ ടോർബെയുടെ ഉള്ളിലുള്ള ഒരു ചെറിയൊരു കടൽ തീരമൊക്കെ അടങ്ങുന്ന ഒരു ചെറിയൊരു പട്ടണമാണ്. ഓൾഡ് സിറ്റിയും കൂടിയാണത്. ഇവിടെ ഒരുപാട് രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ചരിത്രാതീത ഗുഹകൾ, അതുപോലെ അക്വേറിയം ഒക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ ഗാർഡൻ, ലൈബ്രറി, ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് കാണാനായിട്ട്. നമ്മളൊരു ദിവസം ഇവിടേക്ക് വരുവാണെങ്കിൽ ആ ദിവസം നഷ്ടപ്പെട്ടെന്ന് തോന്നില്ല. കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്, നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതുപോലെ ക്ലൈമറ്റ് ആണെങ്കിലും വളരെ നല്ല ക്ലൈമറ്റാണ്. അതുപോലെ ഇഷ്ടംപോലെ കടകളും ഷോപ്സ് ഉണ്ട്. നമുക്ക് ഒരുപാട് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. ടോർക്കയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ അതിശയിപ്പിക്കുന്ന കുതിരപ്പടയുടെ ആകൃതിയിലുള്ള ഉൾക്കടലിൽ പതിവായി മത്സരിക്കുന്ന ദേശീയ അന്തർദേശീയ മത്സരങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന ലോകോത്തരമായ കപ്പലോട്ടം, അതായത് മത്സരം, ഇവിടെ വളരെ പ്രശസ്തമാണത്. നമ്മുടെ ലാൻഡ് ട്രെയിൻ റെഡി ആയിട്ടിരിക്കുകയാണ് അടുത്ത ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിലേക്ക് കയറിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും നോക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ കയറിയിട്ട് ലിങ്കിൽ കയറി നോക്കുക കേട്ടോ. അതുപോലെ തന്നെ ടോർക്കയിലുള്ള ഒരു അട്രാക്റ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഡിനോസർ വേൾഡ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ടോർക്കെ ഡിനോസർ വേൾഡ് ഈസ് ആൻഡ് ഫൺ ഇൻട്രാക്റ്റീവ് ഇൻഡോർ എക്സിബിഷൻസ് ഓഫ് ഡിനോസർ ആൻഡ് ഫോസിൽസ് സീ ദ വേൾഡ് ഓഫ് ഡിനോസർ ബ്രോട്ട് ടു ലൈഫ്. കുട്ടികൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും. 8 പൗണ്ടാണ് അതിൽ കയറുന്നത്. അതായത് 7 സംതിങ് നിയർ 8 പൗണ്ടാണ് ഒരാൾക്ക് അവിടെ സ്പെൻഡ് ആവുന്ന പൈസ എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയാനുള്ള അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ദ ഇംഗ്ലീഷ് റിവേറിയ ബിഗ് വീലിനെ പറ്റിയിട്ടാണ്. നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഏകദേശം 360 ഡിഗ്രി കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ
ബ്രെക്സാമിലെ ബെറി ഹെഡൊക്കെ നമുക്ക് നന്നായിട്ട് വ്യക്തമായി കാണാൻ പറ്റും എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് £6 10 AM തൊട്ട് 7 PM വരെ ഇത് വർക്കിംഗ് ആണ്. ഈ ഇംഗ്ലീഷ് റിവേറിയ ബിഗ് വീൽ എന്ന് പറയുന്നത് വൺ ഓഫ് ദ ഫേമസ് അട്രാക്ഷനാണ് ടോർക്കിയുടെ. അങ്ങനെ കുറേ നേരം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തു. നേരൊക്കെ വയ്യാറായി, അതുകൊണ്ട് ഇനി ഞങ്ങളിനിയും വീട്ടിൽ പോകാനായിട്ട് തീരുമാനിച്ചു. ഇനി തിരിച്ച് വേണമെങ്കിൽ വീണ്ടും വരാം. കുറേ കാര്യങ്ങളൂടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതൊക്കെ ഞാൻ വീഡിയോയിൽ വഴിയെ കാണിക്കാം. അപ്പം ബായ്.